എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ഒരു ദിവസത്തെ അവധിക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. ഇനി ഒരാഴ്ച എല്ലാവരെയും സംബന്ധിച്ച് ഒരു തിരക്കിന്റെ ഒരാഴ്ച ആരംഭിക്കുകയാണ്. തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ വർക്കിംഗ് ഡേ ആണ്, ആരംഭിക്കുന്ന ദിവസമാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സിപിഎമ്മിനും രണ്ട് പ്രമുഖ വ്യവസായികൾക്കും തമ്മിൽ ഇടയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് ഉറ്റുനോക്കുകയാണ് കേരളം. നമുക്കറിയാം, സിപിഎമ്മിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് അല്ലെങ്കിൽ പരാതികളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പാർട്ടി തന്നെ വിലക്കിയ രാജേഷ് കൃഷ്ണ എന്ന വ്യക്തിയെ നമുക്കറിയാം. പാർട്ടി കോൺഗ്രസിന്റെ സമയത്ത് ആ വിഷയങ്ങളൊക്കെ ചർച്ചയായിരുന്ന കാര്യമാണ്. അയാൾക്കെതിരെ പരാതി നൽകിയിരുന്ന ഷർഷാദ് എന്ന വ്യവസായി, ഷർഷാദ് പാർട്ടി PB അംഗത്തിനാണ് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ പരാതി നൽകിയിരുന്നത്. ആ പരാതി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ആ പരാതി എങ്ങനെ പുറത്തു വന്നു എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നത്. പാർട്ടിയെ, CPM-നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന തുടർ ആരോപണങ്ങൾ ഷർഷാദിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അയാൾ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. ഒപ്പം തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം വഴിയാണ് ഈ പാർട്ടിക്ക് നൽകിയ പരാതി പുറത്തു പോയിരിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ നിലപാടിൽ ഉറച്ചു നിന്ന് കൂടുതൽ ആരോപണങ്ങൾ പാർട്ടിക്കെതിരെ ഉന്നയിക്കുന്നുമുണ്ട്. ഈ ഘട്ടത്തിൽ CPM പറയുന്നു ഇത് വെറും അസംബന്ധമാണ് ഈ പ്രചരിക്കുന്നത് എന്നതാണ് CPM പറയുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് മാധ്യമങ്ങൾ ഇപ്പോൾ ഉയരുന്ന ഈ ഗുരുതരമായ ആരോപണങ്ങളിൽ എന്താണ് പ്രതികരണം എന്ന് തേടുമ്പോൾ അസംബന്ധങ്ങൾക്ക് മറുപടി പറയാൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോവുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി ചെയ്തിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു. അപ്പോൾ PB അംഗമായ അശോക് ദാവ്ലെക്ക് നൽകിയ പരാതി എങ്ങനെ പുറത്തു വന്നു എന്നതാണ് ഷർഷാദ് ചോദിക്കുന്ന ചോദ്യം. CPM പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിനുള്ള പ്രതിനിധിയായി രാജേഷ് കൃഷ്ണയെ തെരഞ്ഞെടുത്തത് UK-യിൽ നടന്ന അശോക് ദാവ്ലെ കൂടി പങ്കെടുത്ത യോഗത്തിലായതിനാലാണ് അശോക് ദാവ്ലെക്ക് ഷർഷാദ് പരാതി നൽകുന്നത്. അങ്ങനെ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യാൻ നൽകിയ പരാതി ഇപ്പോൾ എങ്ങനെ പുറത്തു വന്നിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ അതിൽ ഒരുപാട് മറു ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഈ വിഷയം എത്രയധികം ഗൗരവമുള്ള വിഷയമാണ്. പല മന്ത്രിമാരെ ഉൾപ്പെടെയുള്ളവരെ പ്രതിക്കൂട്ടിലാക്കുന്ന വിഷയമാണ്. അങ്ങനെയൊക്കെ നൽകിയിരിക്കുന്ന ഒരു പരാതി CPM ചർച്ച ചെയ്തിട്ടാണോ ഈ നടപടികൾ ഉണ്ടായിട്ടുള്ളത്? അയാളെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തിയത്? അങ്ങനെയാണെങ്കിൽ മറ്റ് നടപടികൾ എന്തുണ്ടായി? ഇതെങ്ങനെ പുറത്തുപോയി? തുടങ്ങി നിരവധി ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. മധുര പാർട്ടി കോൺഗ്രസിൽ വിദേശ പ്രതിനിധിയായാണ് രാജേഷ് കൃഷ്ണയെ ഉൾപ്പെടുത്തിയിരുന്നത്. ഷർഷാദ് PB അംഗമായ അശോക് ദാവ്ലെക്ക് ഇതുമൂലം പരാതി നൽകുന്നു. രാജേഷിനെ പ്രതിനിധിയായി തെരഞ്ഞെടുത്ത ലണ്ടനിലെ പാർട്ടി സമ്മേളനത്തിൽ ദാവ്ലെ പങ്കെടുത്തു എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് പരാതി നൽകിയത്. ഈ പാർട്ടി ഇത് ചർച്ച ചെയ്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മധുര പാർട്ടി കോൺഗ്രസിൽ നിന്ന് രാജേഷ് കൃഷ്ണയെ മാറ്റി നിർത്തുന്ന ഒരു തീരുമാനം ഉണ്ടായത്. ഇപ്പോൾ ആ പരാതി ഇപ്പോൾ പുറത്തു വന്നതിന്റെ പശ്ചാത്തലമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അന്ന് ഉയർന്ന ഈ ആരോപണങ്ങൾ, പാർട്ടി കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തി തുടങ്ങി മാധ്യമങ്ങളിൽ നിന്ന് വന്ന വാർത്തകളൊക്കെ മാനനഷ്ടത്തിനിടയാക്കി എന്ന് കാണിച്ച് രാജേഷ് കൃഷ്ണ ഒരു പരാതി ഡൽഹിയിൽ കോടതിയിൽ നൽകുന്നു. ഒരു ഹർജി ഫയൽ ചെയ്യുന്നു, മാനനഷ്ട കേസ് നൽകുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ഈ പരാതിയുടെ കോപ്പി അതിൽ വെച്ചുകൊണ്ട് തന്നെ അത്തരമൊരു ഹർജി ഫയൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് ഈ വാർത്തകൾ പുറത്തു വരികയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കത്ത് ചോർത്തിയത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് എന്ന് സംശയിക്കുന്നതായാണ് ഷർഷാദ് പക്ഷേ ഇപ്പോൾ ആരോപിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകളിൽ ഇടനില നിന്ന പാർട്ടി അംഗം രാജേഷ് കൃഷ്ണയ്ക്കെതിരെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി തഴയപ്പെട്ടു എന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നു. അത് തടയാൻ അല്ലെങ്കിൽ ആ പരാതി തഴയാൻ ഇടപെട്ടത് P ശശിയാണ് എന്നൊരു ആരോപണം ഷർഷാദ് ഉന്നയിക്കുന്നു. കഴിഞ്ഞ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നവർ ഉൾപ്പെടെ CPM നേതാക്കൾക്കും രാജേഷ് കൃഷ്ണയ്ക്കുമിടയിൽ സാമ്പത്തിക ഇടപാട് ഉണ്ട് എന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ ഇത്രയധികം ആരോപണങ്ങൾ ഈ ഷർഷാദ് എന്ന വ്യവസായിയുടെ ഭാഗത്തു നിന്നും ഉയരുമ്പോൾ പല ചോദ്യങ്ങളുണ്ട്. PBക്ക് കിട്ടിയ രഹസ്യരേഖ ചോർന്നതെങ്ങനെ?
ആര് ചോർത്തി? സർക്കാരിനും പാർട്ടിക്കുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഈ പാർട്ടി പരിശോധിച്ചിട്ടുണ്ടോ? സർക്കാരും പാർട്ടിയുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ സംബന്ധിച്ച ഗുരുതരമായ ആരോപണങ്ങൾക്ക് എന്ത് മറുപടിയുണ്ട്? കത്ത് ചോർത്തിയത് എം.വി. ഗോവിന്ദന്റെ മകനാണെന്ന് ഷർഷാദ് പറയുന്നുണ്ട്. ഇതിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന് എന്താണ് പറയാനുള്ളത്? എം.വി. ഗോവിന്ദനെതിരായ നീക്കത്തിന് പിന്നിൽ പാർട്ടി വിഭാഗീയതയുണ്ട്. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുമ്പോൾ എന്തുകൊണ്ട് മറുപടിയില്ല എന്നതാണ് ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത്. എം.വി. ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത് എല്ലാം അസംബന്ധമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയാണ് ചെയ്തത്. മറ്റൊരു പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നാണ്. കത്ത് വിഷയത്തിൽ പാർട്ടി കൃത്യമായ നിലപാട് വ്യക്തമാക്കുമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള വിവാദമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂവെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ കൊണ്ടുവന്ന CPM-നെ തകർക്കാമെന്ന് ആരും കരുതേണ്ട എന്നും എം.വി. ഗോവിന്ദൻ അസംബന്ധമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞ വിഷയത്തിൽ വി ശിവൻകുട്ടി പ്രതികരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കിയ ഒരു വിവാദമല്ലേ പക്ഷെ ഒന്നും പറയാനില്ലേ, പ്രതികരിക്കുന്നില്ലേ? ഇന്നലെ പ്രതികരിച്ചു, അസംബന്ധങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല. അതാ പറഞ്ഞത്, അതാ മലയാളം പറഞ്ഞത്, മലയാളത്തിലാ പറഞ്ഞത്. അസംബന്ധങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്നതാണ് എം.വി. ഗോവിന്ദൻ പറഞ്ഞത്. ഇതേ വിഷയത്തിലാണ് പാർട്ടി പ്രതികരിക്കും എന്നും ഒപ്പം തന്നെ ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആരോപണങ്ങളാണെന്നും CPM-നെ ഇങ്ങനെയൊന്നും തകർക്കാൻ പറ്റില്ല എന്നും വി ശിവൻകുട്ടി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കൂടി വാക്കുകൾ. അവതാരങ്ങളാണെന്ന് പറഞ്ഞു നടക്കുന്നതല്ല, പാർട്ടിക്കകത്ത് അവർക്ക് വേറെ സ്വാധീനമൊന്നുമില്ല. അവരിങ്ങനെ അവതാരങ്ങളാണ്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പാർട്ടിയായിട്ട് ഒരു ബന്ധം ഉണ്ടാവും. അത്രയും കാര്യത്തിൽ കാണേണ്ടതായിട്ടുണ്ട്. അല്ല, ഈ അവതാരങ്ങളൊന്നുമല്ലല്ലോ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ നിശ്ചയിക്കുന്നതും പാർട്ടിയുടെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും മന്ത്രിമാരെ തീരുമാനിക്കുന്നതും വകുപ്പ് തീരുമാനിക്കുന്നതും ഈ അവതാരങ്ങളൊന്നും അല്ലല്ലോ. അവതാരങ്ങളെ വഴിക്കങ്ങ് പറഞ്ഞു നടക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇന്ന് വൃത്തിയില്ലെന്ന് പറഞ്ഞാൽ അത് തന്നെ സ്വയം മതിയാക്കും. അങ്ങനെ ചരിത്രമുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കാണുന്ന ഒരു പ്രചരണമായിട്ട് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നു. പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്ന കാര്യമുണ്ട്, പാർട്ടിക്കകത്ത് പുറത്ത് ചർച്ച ചെയ്യുന്ന കാര്യമുണ്ട്. അങ്ങനെ പല നടപടികളും പാർട്ടിക്കകത്ത് ഉണ്ടല്ലോ. അതൊന്നും ഇതുവരെ ആരും തെളിയിക്കപ്പെട്ടിട്ടില്ലെന്ന്. ഒരു കോടതി തെളിയിക്കപ്പെട്ടിട്ടില്ല, മറ്റേതെങ്കിലും ആധികാരികമായിട്ടുള്ള സ്ഥാപനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇത് സമൂഹത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ള സംഗതിയാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി പറയേണ്ട ബന്ധപ്പെട്ടവരും പറയും. ഇത്തരം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങൾ കൊണ്ടൊന്നും CPM-നെയും CPM-ന്റെ നേതാക്കന്മാരെയും തകർക്കുന്നതിന് വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. ഇങ്ങനെയൊന്നും പാർട്ടിയെ തകർക്കാൻ കഴിയില്ല എന്ന കാര്യമാണ് മന്ത്രി വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടിയത്. അതേസമയം തോമസ് ഐസക്കിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ഉയർന്നിരുന്നു. ഈ ആരോപണങ്ങൾക്ക് തോമസ് ഐസക് മറുപടി പറയുന്നത് ഈ ആരോപണങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് MP രാജേഷിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നതാണ്. മന്ത്രി MP രാജേഷ് പറയുന്നു, ഒരു പുതുമയും ഇല്ലാത്ത ആരോപണങ്ങളാണ് ഇത്. മാത്രവുമല്ല, ഷർഷാദ് തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ ഈ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയൊക്കെ പ്രചരിപ്പിച്ചിരുന്ന കാര്യങ്ങളാണ്. അത് തന്നെയാണ് ഇപ്പോഴും കറങ്ങിക്കളിക്കുന്നത് എന്നതാണ് മന്ത്രി MP രാജേഷ് ചൂണ്ടിക്കാട്ടിയത്. ഷർഷാദിന്റെ പേര് പറയാതെ തന്നെയാണ് പറഞ്ഞത്. നേരത്തെ തന്നെ ഇത് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇതുണ്ടായിരുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ് മന്ത്രി MP രാജേഷ്. അതിന് പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞല്ലേ. കുറെ പേരുണ്ടല്ലോ. ഈ കത്ത് 4 കൊല്ലമായിട്ട് വാട്സാപ്പിൽ നടക്കുന്ന കത്തല്ലേ. അപ്പം ഇനി ഇങ്ങനെ പഴയ കത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞതും ഒക്കെ ഇനി വരും. തെരഞ്ഞെടുപ്പിന് 5-6 മാസമല്ലേ ഉള്ളൂ. അത് 4 കൊല്ലമായിട്ട് വാട്സാപ്പിൽ കറങ്ങി നടക്കുന്ന ഒരു സാധനമാണത്. അപ്പം അത് നടക്കട്ടെ. ഇമാതിരിയുള്ള തോന്നിവാസങ്ങളൊക്കെ വിളിച്ചു പറയുന്നതിനെ വാർത്തയാക്കിയിട്ട് ആഘോഷിക്കുന്നത് കുറച്ച് പരിതാപകരമാണ്. അത്രേ പറയാൻ പറ്റൂല. ഞാനിവിടെ ഉണ്ടല്ലോ, നാളെയും ഇവിടെ ഉണ്ടാവും. അതെല്ലാം ബാധിക്കുന്ന കാലങ്ങൾ. പണ്ടൊക്കെ ഇത് കേൾക്കുമ്പോൾ വലിയ വിഷമമൊക്കെ ആയിരുന്നു. ഇപ്പം പുല്ല് വിലയാണ്. അപ്പം നടക്കട്ടെ, ആഘോഷം നടക്കട്ടെ. നിങ്ങൾ എത്ര കാലം ഇത്തരം ആളുകളെ ആശ്രയിച്ച് മുന്നോട്ട് പോകും നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഉണ്ടാവും.
ഇവിടെ തന്നെ ഉണ്ടാവും, നമുക്ക് കാണാം. അപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടക്കുന്ന നീക്കങ്ങൾ എന്നതാണ് മന്ത്രിമാർ സൂചിപ്പിക്കുന്നത്. തോമസ് ഐസക് കുറച്ചുകൂടി കടുപ്പമേറിയ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഫേസ്ബുക്കിലിട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആരോപണം അടിസ്ഥാനരഹിതമാണ്, മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും എന്നതാണ് ഇപ്പോൾ തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത്. രാജേഷ് കൃഷ്ണയ്ക്ക് പാർട്ടി ബന്ധമുണ്ടോ എന്ന് പാർട്ടിയോട് ചോദിക്കണമെന്നും തോമസ് ഐസക് പറയുന്നു. ഷർഷാദിന്റെ ബാങ്ക് വായ്പ മുടങ്ങിയ സമയത്ത് ബാങ്കിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്ന കാര്യം പക്ഷേ തോമസ് ഐസക് സ്ഥിരീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആക്ഷേപം എന്തോ ബിനാമി നിക്ഷേപമുണ്ടെന്നുള്ളതാണ്. അതാണ് അത് പിൻവലിച്ചു മാപ്പ് പറഞ്ഞെങ്കിൽ വിടത്തില്ല കേട്ടോ. അതിന് ആര് സംശയം വേണ്ട. അത് വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. തെറ്റ് ചെയ്യുന്നവരൊന്നും പാർട്ടിയിലുണ്ടാവും, അത് സംശയമില്ല. അയാളുടെ എന്ത് സാധുത, എന്ത് അദ്ദേഹത്തിന്റെ റെലവൻസ് ഉന്നയിക്കുന്നത് ചേഞ്ചഡ് ആക്കി അദ്ദേഹത്തിനെതിരായിട്ടുള്ള കോടതി വിധികൾ വായിച്ചിട്ട് അദ്ദേഹത്തെ വിലയിരുത്തും. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വെച്ചിട്ട് മറ്റുള്ളവരെ താറടിക്കുന്നതിന് വിലയിരുത്തും. അതൊക്കെ പാർട്ടിയോട് ചോദിക്കാം. സോ ഐ തിങ്ക് ഐ ക്ലാരിഫൈഡ് മൈ പൊസിഷൻ. താങ്ക് യു വെരി മച്ച്. നിയമ നടപടികൾ എന്നതാണ് തോമസ് ഐസക് സൂചിപ്പിക്കുന്ന കാര്യം. അതേസമയം ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ആരോപണങ്ങളാണ് എന്നത് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിക്കുമ്പോൾ പ്രതിപക്ഷവും ഈ വിഷയം ഉപയോഗിക്കുന്നുണ്ട്. വികസനവും കമ്മീഷനുമാണ് പിണറായി സർക്കാരിന്റെ നയം എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ വികസനം നടക്കുന്നില്ല, കമ്മീഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. സത്യസന്ധത തെളിയിക്കാൻ എം വി ഗോവിന്ദന് ബാധ്യതയുണ്ട് എന്നും കൂടി പറയുന്നു. ഒപ്പം ഇതിൽ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടതുണ്ട്, അന്വേഷണം വേണം, അന്വേഷണത്തിലൂടെ നിയമ നടപടികൾ സ്വീകരിക്കപ്പെടണം. VS ജീവിച്ചിരുന്നു എങ്കിൽ ഇതിനെതിരെ കുരിശുയുദ്ധം തന്നെ, പാർട്ടിയിലെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കുരിശുയുദ്ധം തന്നെ നടത്തുമായിരുന്നു എന്നും കെ മുരളീധരൻ പറയും. വികസനവും കമ്മീഷനും എന്നുള്ള നയമാണ് ഇപ്പൊ പിണറായി സർക്കാരിന്. വികസനമല്ല, കമ്മീഷൻ നടക്കുന്നുണ്ട്, വികസനം നടക്കുന്നില്ല. ഇതിപ്പോ രാജേഷ് കൃഷ്ണനെതിരായിട്ട് വന്നിട്ടുള്ള ആരോപണങ്ങൾ അത് പിണറായി സർക്കാരിനെതിരായിട്ട് വന്ന ആരോപണമാണ്. ഗോവിന്ദൻ മാഷാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ഗോവിന്ദൻ മാഷ് പ്രതികരിക്കണം. തന്റെ സത്യസന്ധത തെളിയിക്കാൻ ഗോവിന്ദൻ മാഷ്ക്ക് ബാധ്യതയുണ്ട്. അതിന് അദ്ദേഹം മുൻകൈ എടുക്കണം. അദ്ദേഹത്തിന്റെ മകനെയും അദ്ദേഹത്തിനെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അന്വേഷണം വേണം. നിയമ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലെ പല മന്ത്രിമാർക്കും ഈ ഒരു അധോലോക ബന്ധമുള്ള രാജേഷ് കൃഷ്ണനുമായിട്ട് ബന്ധമുണ്ട്. അതാണ് ഇർഷാദ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇന്ന് അച്യുതാനന്ദൻ ജീവിച്ചിരുന്നെങ്കിൽ ഇതിനെതിരെ ഒരു കുരിശുയുദ്ധം തന്നെ അദ്ദേഹം നടത്തുമായി. പാർട്ടി അംഗവും UK വ്യവസായിയുമായ രാജേഷ് കൃഷ്ണ, ഒപ്പം തന്നെ ചെന്നൈ വ്യവസായിയും പാർട്ടി അനുഭാവിയുമായ ഷർഷാദ്, ഈ രണ്ട് വ്യവസായികൾ തമ്മിലുള്ള വ്യക്തിപരമായ വിഷയങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഏറ്റുമുട്ടലുകളാണ് ഈ പരസ്യ വിഴുപ്പലക്കലിലേക്ക് എത്തി നിൽക്കുന്നത്. പക്ഷേ അവരുടെ തുറന്നു പറച്ചിലുകൾ, അവരുടെ പോരടിയിൽ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് CPM എന്ന് പറയുന്ന പാർട്ടി തന്നെയാണ്. പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതാരങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയാണ് നമുക്കറിയാം ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റത്. ഈ കാലയളവിൽ നടന്ന അവതാര കളികളുടെ വിശദാംശങ്ങളാണ് രണ്ട് വ്യവസായികൾ ഇങ്ങനെ പുറത്തേക്ക് വിടുന്നത്. അതിൽ ഒരു കൂട്ടം മന്ത്രിമാരും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ആരോപണ വിധേയരാകുന്ന, പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന വിമർശനത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ബാധ്യത സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ സംബന്ധിച്ചുണ്ട്. MV രാജേഷ് ഉൾപ്പെടെയുള്ളവർ പറയുന്നതും സംസ്ഥാന സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിക്കുമെന്നതാണ്. അദ്ദേഹത്തിന്റെ മകനെതിരെ ഉൾപ്പെടെ കൃത്യമായി ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹമാണ് അത് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത്. പക്ഷേ അദ്ദേഹം ഒറ്റ വാക്കിൽ അസംബന്ധം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയാണ് ഇന്ന് ചെയ്തത്. പക്ഷേ വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുമെന്ന് തന്നെ നമുക്ക് കരുതാം. അതിനപ്പുറം അവതാരങ്ങൾക്കെതിരെ പറഞ്ഞ നിലപാടെടുത്ത മുഖ്യമന്ത്രി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നതുകൂടി വ്യക്തമാകാനുള്ള അവസരമാണ് ഇത്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്ത് പറയുന്നു, എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം.
ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല, കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കും ആവില്ല. മന്ത്രിക്കുപ്പായം തുന്നി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കാത്തിരിക്കുന്ന എംപിമാരെ കുറിച്ചുള്ള വാർത്ത ന്യൂസ് 18 കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരുക്കങ്ങൾ, മുന്നണികളിൽ നടക്കുന്ന ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോരോ വാർത്തകളായി ന്യൂസ് 18 പുറത്തുവിടുന്നുണ്ട്. അതിന്റെ ഭാഗമായിരുന്നു കോൺഗ്രസിൽ മന്ത്രിസ്ഥാന മോഹവുമായി നടക്കുന്ന എംപിമാരായിട്ടുള്ള ആളുകൾ, അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നീക്കം നടത്തുന്നു എന്ന വാർത്ത. പക്ഷേ ആ വെള്ളം അങ്ങ് വാങ്ങിവെച്ചേക്കൂ എന്ന് ഇന്ന് പറയുകയാണ് കെ മുരളീധരൻ. മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ, ന്യൂസ് 18 കൊടുത്ത വാർത്തയിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിലാണ് കെ മുരളീധരൻ ഇപ്പോൾ അത്തരമൊരു മറുപടി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ, അങ്ങനെയാണെങ്കിൽ UDF അധികാരത്തിൽ വരും. അങ്ങനെ UDF അധികാരത്തിൽ വരുമ്പോൾ സീനിയർ നേതാക്കളായ തങ്ങൾക്ക് ഡൽഹിയിലേക്കാൾ റോൾ കേരളത്തിലാണ് വഹിക്കാനുള്ളത്. അവിടെ ഒരു മന്ത്രിസ്ഥാനത്തിനുള്ള അർഹതയുണ്ട് എന്നത് കണ്ട് അടൂർ പ്രകാശും കെ സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും ബെന്നി ബെഹനാനും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഈ ചരടുവലികൾ നടത്തുന്നത്, മത്സരിക്കാനുള്ള മോഹവുമായി നിൽക്കുന്നത്. അവരുൾപ്പെടെയുള്ള ആളുകൾ ഈ മന്ത്രിക്കുപ്പായം തുന്നുന്നു എന്ന ന്യൂസ് 18 വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് അടൂർ ഗോപാലകൃഷ്ണനെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം അത് സ്ഥിരീകരിച്ചുകൊണ്ട് പ്രതികരിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരം ചർച്ചകളും നീക്കങ്ങളും നടക്കുമ്പോൾ അതിനെ മുളയിലെ നുള്ളുക എന്നതാണ് ഇപ്പോൾ കെ മുരളീധരൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം ഇല്ല. ഇപ്പോൾ പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം എംപിമാർ ആയിട്ടുള്ളവർ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായിരുന്നു പാർട്ടിയുടെ തീരുമാനം. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമില്ല. നിലവിലുള്ള എംപിമാർ മത്സരിക്കേണ്ട ഒരു സാഹചര്യവും ഇപ്പോഴില്ല എന്നതാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്, വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, താൻ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് എന്ന ഒരു കാര്യം കൂടി കെ മുരളീധരൻ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊന്നും പാർട്ടി കടന്നിട്ടില്ല. നിലവിലുള്ള നിയമം അനുസരിച്ച് MP-മാർ MLA-മാരായിട്ട് മത്സരിക്കാൻ പാടില്ല എന്നാണ് കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് പാർട്ടി തീരുമാനിച്ചത്. അപ്പോൾ എന്തായിരുന്നു ന്യൂസ് 18 അന്ന് കൊടുത്ത വാർത്ത എന്നത് ഒരിക്കൽ കൂടി പരിശോധിക്കാം. അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റണി, ബെന്നി ബെഹനാൻ, MK രാഘവൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, കെ സുധാകരൻ എന്നിവർ മത്സരിക്കുന്നു. അടൂർ പ്രകാശ് കോന്നി ലക്ഷ്യമിടുന്നു. ഒപ്പം തന്നെ ബെന്നി ബെഹനാന്റെ മനസ്സിൽ തൃക്കാക്കരയാണ്. ഒപ്പം ഉദുമ ലക്ഷ്യമിട്ടുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ നീക്കം നടത്തുന്നത്. ഈ വാർത്ത നമ്മൾ കൊടുക്കുന്നു. അവരുടെ മനസ്സിലുള്ളത് UDF-ന് എന്തായാലും ഭരണം തിരിച്ചുപിടിക്കാൻ 2026 കഴിയുമെന്ന പ്രതീക്ഷ, മന്ത്രിയാകാമെന്ന മോഹം, കേന്ദ്രത്തിൽ ഇപ്പോൾ കാര്യമായ റോൾ ഇല്ല എന്ന അവസ്ഥ, ഇതൊക്കെയാണ് അവരെ പിന്നോട്ട് വലിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിലേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ ജാതി സമവാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം സംസ്ഥാനത്ത് ചില മണ്ഡലങ്ങളിൽ ഉണ്ട്. അത് പ്രയോജനപ്പെടുത്താമെന്ന ഒരു കാര്യം അവർ പറയുന്നു. കരുത്തന്മാർ ഇറങ്ങുമ്പോൾ അത് മൊത്തം തെരഞ്ഞെടുപ്പിനെ തന്നെ സ്വാധീനിക്കും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമാകും. ഈ അനുകൂലമായ ഘടകങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തങ്ങളുടെ ആവശ്യം പാർട്ടിക്ക് മുന്നിൽ വെക്കാനും അതിനുള്ള നീക്കങ്ങളും ചരടുവലികളും തുടങ്ങുകയുമാണ് ഈ MP-മാർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വാർത്ത നമ്മൾ പുറത്തുവിടുമ്പോൾ തന്നെ ചില തിരിച്ചടി ഉണ്ടാക്കുന്ന ഘടകങ്ങളുണ്ട് എന്ന കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് ഏറ്റവും പ്രധാനം ഈ സീറ്റുകൾ നിലനിർത്തുക എന്നതാണ്. ഇവർ രാജിവെച്ച് മത്സരിക്കുകയാണെങ്കിൽ അത് സീറ്റ് നിലനിർത്തുക എന്നത് വലിയ വെല്ലുവിളിയാകും. ആ ഘട്ടത്തിൽ ഹൈക്കമാൻഡ് ഉയർത്താവുന്ന എതിർപ്പ് വളരെ പ്രധാനപ്പെട്ടതാകും. ഒപ്പം ജനങ്ങൾക്ക് 2 തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകും. അത് എങ്ങനെ വിശദീകരിക്കുമെന്ന ഒരു സംശയം. ഒപ്പം തന്നെ MP-മാരെ മത്സരിപ്പിച്ചാൽ ജനം അത് എതിരാകുമോ, ജനവികാരം എതിരാകുമോ എന്ന ഒരു ഭയം. ഒപ്പം തന്നെ സംസ്ഥാനത്ത് യുവനിരയിൽ നിന്നുണ്ടാകുന്ന എതിർപ്പ്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രതികൂല ഘടകമാണ് എന്നതും ന്യൂസ് 18 റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. അതിനുശേഷം നമ്മൾ അടൂർ പ്രകാശിനെ വിളിക്കുകയും ബന്ധപ്പെടുകയും ഈ വാർത്തയിൽ പ്രതികരണം തേടുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ഇത് സ്ഥിരീകരിച്ചുകൊണ്ടാണ് ന്യൂസ് 18നോട് സംസാരിച്ചത്. അങ്ങനെ കേരളത്തിലേക്ക് വന്നാൽ കൊള്ളാം എന്ന ചിന്ത പല MP-മാർക്കും ഉണ്ട് എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. മത്സരിക്കുന്ന കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കും. സ്ഥാനാർത്ഥിത്വ സാധ്യതയെക്കുറിച്ചുള്ള പഠനം നടക്കുകയാണിപ്പോൾ. അപ്പോൾ ആ പഠനത്തിന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാവുക എന്നതാണ് അടൂർ പ്രകാശ് അന്ന് പറഞ്ഞത്. ഏതാണ്ട് ന്യൂസ് 18 വാർത്ത പൂർണ്ണമായും സ്ഥിരീകരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ പ്രതികരണം. കോൺഗ്രസ് പ്രസ്ഥാനം
തീരുമാനം എടുക്കേണ്ടതാണ്. പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാലും ആ തീരുമാനം നടപ്പാക്കുക എന്ന ഉത്തരവാദിത്വമാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾ അതിനെ തീരുമാനിക്കേണ്ടതായിട്ടുള്ളത്. അത് ആ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുക. അതിപ്പോ ആരൊക്കെ മത്സരിക്കണം, എന്തൊക്കെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് ഒന്നും ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് കോൺഗ്രസ് തീരുമാനം, ഹൈക്കമാൻഡും മറ്റും എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അതിന് ഒരു പരിഹാര മാർഗങ്ങൾ ഉണ്ടാകുന്നത്. അതിപ്പോ പല ആളുകൾക്കും കേരളത്തിലേക്ക് വന്നാൽ കൊള്ളാമെന്ന ആഗ്രഹം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അന്തിമമായ ഒരു തീരുമാനം എടുക്കാനുള്ളത്. അതിനുശേഷം കോൺഗ്രസ് പാർട്ടിയും UDF-ഉം എല്ലാവരും ഒന്നിച്ചിരുന്ന് തീരുമാനമെടുത്ത് അത് നടപ്പാക്കും. അത്രയേ ഉള്ളൂ. അടൂർ പ്രകാശ് കോന്നി ലക്ഷ്യമിടുന്നു എന്ന തരത്തിൽ ന്യൂസ് 18 നൽകിയ വാർത്ത വന്നതിന് ശേഷമുള്ള അടൂർ പ്രകാശിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അത് സ്ഥിരീകരിക്കുന്നതായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കെ മുരളീധരൻ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നത്. ആ വെള്ളം അങ്ങ് വാങ്ങിവെച്ചേരെ എന്ന് നേതാക്കളോട് പറയുന്നത്. കാരണം നമുക്കറിയാം, വടകരയിൽ ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന സീറ്റ് കൈവിട്ടുകൊണ്ടാണ് കെ മുരളീധരനെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കുന്നത്. അദ്ദേഹം തോറ്റുപോകുന്ന സാഹചര്യമുണ്ടായി. അതിനു മുൻപ് നേമത്തും അദ്ദേഹം മത്സരിച്ചു പാർട്ടിക്ക് വേണ്ടി. അപ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി റിസ്ക് എടുത്ത നേതാവാണ്. അതുകൊണ്ട് തന്നെ ഒരു ഷുവർ സീറ്റിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നതാണ് മുരളീധരൻ ലക്ഷ്യം വെക്കുന്നത്. ഒപ്പം സംസ്ഥാനത്തെ നിരവധിയായിട്ടുള്ള മുതിർന്ന നേതാക്കളും അതേ ലക്ഷ്യത്തോട് തന്നെ മുന്നോട്ട് പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഒരു എഡ്ജ് ഉണ്ട് എന്നത് അവർ വിശ്വസിക്കുന്നു. അപ്പോൾ ആ സാഹചര്യങ്ങളെയും സാധ്യതകളെയും MP-മാരുടെ വരവ് തടസ്സപ്പെടുത്തുമോ എന്ന ഒരു സംശയം പല നേതാക്കൾക്കുമുണ്ട്. അത് അവരുടെ സാധ്യതകളെ ബുദ്ധിമുട്ടിലാക്കുമോ എന്നൊരു സംശയമുണ്ട്. ഈ ഘട്ടത്തിലാണ് ഒരുപാട് പേരുടെ മനസ്സിലുള്ള ആ പ്രതികരണം കെ മുരളീധരനിലൂടെ ആദ്യം പുറത്തു വരുന്നത്. പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായിരുന്നു പാർട്ടിയുടെ നിലപാട്. അത് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. മറ്റ് നിർദ്ദേശങ്ങളില്ല. താൻ മത്സരിക്കണമോ വേണ്ടയോ എന്ന് പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് കെ മുരളീധരൻ പറയുന്നതിലൂടെ സന്ദേശം വ്യക്തമാണ്. അത് കെ മുരളീധരന്റെ മാത്രം വാക്കുകളല്ല, സംസ്ഥാനത്തെ ഒരു വിഭാഗം ആളുകളുടെ, കോൺഗ്രസിൽ തന്നെ MP-മാർ മത്സര രംഗത്തേക്ക് വരുന്നത് എതിർക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ സ്വരമാണ് കെ മുരളീധരനിലൂടെ പുറത്തു വരുന്നത്. ന്യൂസ് 18 വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് അടൂർ പ്രകാശ് നൽകിയ വാക്കുകൾക്കുള്ള മറുപടി കൂടിയാണ് ഇന്ന് കെ മുരളീധരൻ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, വോട്ട് ചോരി വിവാദം പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുകയാണ്. അതിന്റെ എല്ലാ സാധ്യതകളും തേടി പ്രതിഷേധം ആളിക്കത്തിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അപ്പോൾ നമുക്കറിയാം, രാഹുൽ ഗാന്ധി നടത്തിയ ഗുരുതരമായ ആരോപണം, തെളിവുകൾ ഉൾപ്പെടുത്തി നടത്തിയ ആരോപണം. അതിനുശേഷം കഴിഞ്ഞ ദിവസം, ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഭീഷണിയാണ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് ഉറപ്പിക്കുകയാണ് പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇംപീച്ച്മെന്റിനുള്ള നീക്കങ്ങൾ പ്രതിപക്ഷ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് പ്രതിപക്ഷ യോഗത്തിലാണ് ഇത്തരമൊരു നീക്കം ഉണ്ടാകുന്നത്. ഇംപീച്ച്മെന്റ് നീക്കത്തിലേക്ക് കടക്കുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നു പ്രതിപക്ഷ സഖ്യം, ഇന്ത്യ സഖ്യം. ഇന്ന് പ്രതിപക്ഷ കക്ഷി യോഗത്തിൽ ഇത്തരമൊരു തീരുമാനമുണ്ടാകുന്നു. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേട്, വോട്ടർ പട്ടിക ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ഈ നോട്ടീസ് നൽകാനുള്ള നീക്കം പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. കോൺഗ്രസ് MP സയ്യിദ് നാസർ ഹുസൈൻ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അദ്ദേഹം ഏതാണ്ട് ഈ കാര്യങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ചു. अगर नौबत आती है, जरूरत पड़ती है डेमोक्रेटिक प्रोसेस में, पार्लियामेंट्री डेमोक्रेसी में जो भी हथकंडे हैं उसको अपनाने के लिए हम रेडी हैं. जो डेमोक्रेसी में जो भी हथकंडे हैं, जो भी वेपन्स हैं, जो भी हम इस्तेमाल कर सकते हैं, जो भी रूल्स के तहत इस्तेमाल कर सकते हैं, वो इस्तेमाल करने रेडी होते हैं जरूरत पड़ी तो. नहीं, अभी कोई बात हुई नहीं है, लेकिन जरूरत पड़ी तो हम कुछ भी कर सकते हैं. നമുക്കറിയാം, ഈ മാസം 7-ാം തീയതിയാണ് അതിഗുരുതരമായ ആരോപണം രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി ഉന്നയിക്കുന്നത്. ബംഗളൂരു സെൻട്രൽ എന്ന ഒരു മണ്ഡലത്തിലെ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്.
ക്രമക്കേട് നടന്നു എന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അവിടെ മഹാദേവപുര എന്ന ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 1,250,000 വോട്ടുകളുടെ തട്ടിപ്പ് നടന്നു എന്നത് തെളിവ് സഹിതമാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത്. തട്ടിപ്പുകൾ പലവിധമാണ്. അത് ഒരേ അഡ്രസ്സിൽ നിരവധി പേർ വരുന്നതാണ്. അഡ്രസ്സിന്റെ സ്ഥാനത്ത് അക്ഷരങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടിയുള്ള തട്ടിപ്പുകൾ നമ്മൾ കണ്ടതാണ്. ഒരേ വോട്ടർക്ക് നിരവധി മണ്ഡലങ്ങളിൽ വോട്ടുള്ള സാഹചര്യം ചൂണ്ടിക്കാട്ടിയതാണ്. അപ്പോൾ തെളിവ് സഹിതം രാഹുൽ ഗാന്ധി എങ്ങനെയൊക്കെ തട്ടിപ്പ് നടക്കുന്നു എന്നത് വളരെ വിശദമായി തന്നെ 7-ാം തീയതി ചൂണ്ടിക്കാട്ടുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും ഹരിയാന തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ ബീഹാറിൽ അത്തരമൊരു തട്ടിപ്പിനുള്ള നീക്കം നടക്കുകയാണ് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. അതിൽ കമ്മീഷൻ മറുപടി പറയുന്നില്ല. കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്ന് ചില സൂചനകൾ മാത്രമാണ് നൽകിയത്. സത്യപ്രസ്താവന ഉൾപ്പെടെ പരാതി നൽകിയില്ലെങ്കിൽ ഇതിലൊരു അന്വേഷണവുമില്ല എന്നൊരു നിലപാട് കമ്മീഷൻ സ്വീകരിക്കുന്നു. ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ പ്രതിഷേധം കൂടുതൽ തെരുവുകളിലേക്ക് ഇറക്കുന്നത് നമ്മൾ കണ്ടു. ഡൽഹിയിലും കർണാടകയിലും ഒക്കെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നടന്നു. അതിനുശേഷം BJP തന്നെ ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന തരത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു എന്ന തരത്തിൽ കേന്ദ്രമന്ത്രി തന്നെ വാർത്താ സമ്മേളനം നടത്തി. രാഹുൽ ഗാന്ധി ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രമുഖ നേതാക്കൾ മത്സരിച്ച ഇടങ്ങൾ അത് ഒന്ന് വയനാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് റായ്ബറേലി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ക്രമക്കേട് നടന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വാർത്താ സമ്മേളനം നടത്തി. അതിന് പിന്നാലെയാണ് ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ വാർത്താ സമ്മേളനം നടത്തുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തത്. രാഹുലിനുള്ള മറുപടിയാണോ എന്നത് ചൂണ്ടിക്കാണിച്ചില്ല. പക്ഷേ ചില രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾക്കുള്ള മറുപടി എന്ന നിലയിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പോലും കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഒരു മറുപടിയും പറയുന്നില്ല എന്നതാണ് നമ്മൾ കണ്ടത്. അതിനപ്പുറം ചില ഭീഷണി സ്വരങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സത്യപ്രസ്താവന നടത്തി പരാതി നൽകിയില്ല എങ്കിൽ ഉള്ള നടപടികളിലേക്ക് കടക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. BJPയുടെ നാവായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറി എന്നതാണ് ഇതിനോട് രാഹുൽ ഗാന്ധിയും മറ്റ് പ്രതിപക്ഷ നേതാക്കളും ഉൾപ്പെടെ നടത്തിയ വിമർശനം. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ നാവായി മാറി എന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഈ സാഹചര്യത്തിലാണ് ഇനി ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇംപീച്ച് ചെയ്യാനുള്ളൊരു നീക്കവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. അത്തരമൊരു തീരുമാനം പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ യോഗത്തിൽ ഇന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിനുള്ള സാധ്യതകൾ എത്രമാത്രം എന്ന് ആലോചിച്ചാൽ 3-2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രമേയം പാസാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത്രമാത്രം കക്ഷി നില ഇപ്പോൾ ഇല്ല എന്നതൊരു വസ്തുതയാണ്. മാത്രവുമല്ല രാഷ്ട്രപതിക്കൊന്നും ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. സഭയിലാണ് ഈ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടത് എന്നതും ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇനി എന്താണ് പ്രതിപക്ഷം നീക്കം, അതിന്റെ ഫലപ്രാപ്തി എന്ത് എന്നതൊക്കെ സംശയമാണ് എങ്കിൽ പോലും ഇതിൽ ശക്തമായുള്ള പ്രതിഷേധം ഉയർത്തുക എന്നത് തന്നെയാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം രാഹുൽ ഗാന്ധി ബീഹാറിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള യോഗങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും നമ്മൾ കാണുന്നതാണ്. 2ാം ദിവസമാണ് ഇപ്പോൾ വോട്ടർ അധികാർ യാത്ര നടക്കുന്നത്. ഇന്നും ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബായിലെ അംബായിൽ നിന്ന് ആരംഭിച്ച യാത്രയുടെ ഇന്നത്തെ പര്യടനം ഗയയിലാണ് സമാപിക്കുക. ഡിയോയിലെ സൂര്യക്ഷേത്രം രാഹുലും ഒപ്പം തന്നെ തേജസ്വി യാദവും ഇന്ന് സന്ദർശിച്ചു. വലിയ ജനക്കൂട്ടം നേതാക്കളുടെ പരിപാടികൾ അല്ലെങ്കിൽ ഈ പ്രതിഷേധ യാത്ര കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ രീതിയിൽ പ്രതിഷേധം ഈ വിഷയത്തിൽ ആളിക്കത്തിക്കുക എന്നത് തന്നെയാണ് പ്രതിപക്ഷ നേതാക്കൾ ഉദ്ദേശിക്കുന്നത്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി ഒന്നാകെ ഉദ്ദേശിക്കുന്നത് ഈ പ്രതിഷേധം ആളിക്കത്തിക്കുക എന്നതാണ്. ബീഹാർ ഇലക്ഷൻ പ്രധാനപ്പെട്ട ലക്ഷ്യമാക്കി വെക്കുന്നു. ബീഹാറിലെ വോട്ട് നിഷേധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വലിയ പ്രതിഷേധം ഉയരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ പട്ടിക പുറത്തുവിടുന്ന സാഹചര്യമുണ്ട്. പട്ടിക പുറത്തുവിടാൻ നിർബന്ധിതരാകുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. എന്തായാലും പ്രമേയം പാസ്സാകുമോ ഇല്ലയോ എന്നത് നമുക്ക് മുന്നിലില്ല. അതിനുള്ള സാധ്യതകൾ വിരളമാണ് എങ്കിൽ പോലും ഈ വിഷയത്തിൽ പ്രതിഷേധം ആളിക്കത്തിക്കുക എന്നത് തന്നെയാണ് പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഈ ഇംപീച്ച്മെന്റിനുള്ള നീക്കം.
നമുക്കറിയാം ചേർത്തലയിലെ ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിർണായക വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് 18 പുറത്തുവിട്ടു. അതിന്റെ ഭാഗമായി മറ്റൊരു നിർണായക വെളിപ്പെടുത്തൽ കൂടി ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. അത് ബിന്ദു പത്മനാഭന്റെ സഹോദരൻ പ്രവീണിന്റെ തുറന്നു പറച്ചിലുകളാണ്. അത് ചേർത്തലയുമായി ബന്ധപ്പെട്ട് 4 സ്ത്രീകളുടെ തിരോധാനം ഉണ്ടാകുന്ന അന്നു മുതൽ തന്നെ ഉയർന്നു കേൾക്കുന്ന കാര്യമാണ്. എന്താണ് നമ്മുടെ അന്വേഷണ സംഘം, പോലീസ് ഈ കേസുകളിലൊക്കെ എടുത്ത നിലപാട്, നടപടികൾ എന്നത് വലിയ സംശയം ഉയർത്തുന്നതായിരുന്നു. 4 സ്ത്രീകൾ ഏതാണ്ട് സമാനമായ സാഹചര്യത്തിൽ കാണാതെ പോകുന്ന സംഭവം ഉണ്ടായിട്ട് ആ കേസുകൾ തമ്മിൽ കണക്ട് ചെയ്യാനോ അതിന്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാക്കാനോ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഇത്രയും ഗുരുതരമായ വീഴ്ചകളും കുറ്റകൃത്യങ്ങളുടെ സാധ്യതകളും ഒക്കെ നിലനിന്നപ്പോൾ തന്നെ അയാൾ പോലീസിന് മുന്നിലൂടെ നിർബാധം ജീവിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നെയും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് കണ്ടതാണ്. അപ്പോൾ ആ സംശയം ഒന്നുകൂടി ബലപ്പെടുത്തുകയാണ് പ്രവീണിന്റെ തുറന്നു പറച്ചിലുകളിലൂടെ. പോലീസ് ഈ കേസ് അട്ടിമറിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് ബിന്ദു പത്മനാഭന്റെ സഹോദരൻ ഉന്നയിക്കുന്നത്. പണം വാങ്ങി കേസ് അട്ടിമറിച്ചു എന്നതാണ് അദ്ദേഹം പറയുന്നത്. എടപ്പള്ളിയിലെ സ്ഥലം മറിച്ചു വിറ്റ ആധാരത്തിന്റെ കോപ്പി, ആധാരത്തിന്റെ ആധാര നമ്പർ, ഈ ആരാണ് പകരക്കാരിയായിട്ട് വന്ന സ്ത്രീ ജയ താമസിക്കുന്നത് കടക്കരപ്പള്ളി കുറുപ്പങ്ങര ജംഗ്ഷന്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു, ആളെവിടെയുണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ 7 പേജുള്ള ഒരു പെറ്റീഷൻ, ഒരു ലേഡി മിസ്സിംഗ്. ഞാൻ നേരിട്ട് ബൈഹാന്റെ SHOയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് 70 ദിവസം കഴിഞ്ഞാണ് എഫ്ഐആർ ഉള്ളി എഫ്ഐആർ. ഒരു മാൻ മിസ്സിംഗ് കേസിന്റെ, ലേഡി മിസ്സിംഗ് കേസിന്റെ എഫ്ഐആറിന് 70 ദിവസം കഴിഞ്ഞു. 70 ദിവസം കഴിഞ്ഞാണ് ഒരു മാൻ മിസ്സിംഗ് കേസിൽ എഫ്ഐആർ ഇട്ടത് എന്ന ഗുരുതരമായ ആരോപണം സഹോദരൻ ഉയർത്തുകയാണ്. നമുക്കറിയാം ഈ സെബാസ്റ്റ്യൻ ഒരു കോടീശ്വരിയായ ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയെ പരിചയപ്പെടുന്നു, അവരുമായി ബന്ധം സ്ഥാപിക്കുന്നു. അതിനുശേഷം അവിടെ 2 ദുരൂഹ മരണങ്ങൾ അവരുടെ വീട്ടിൽ ഉണ്ടാകുന്നു. അമ്മ ആദ്യം മരിക്കുന്നു, പിന്നീട് 4 മാസത്തിനിടെ അച്ഛനും മരിക്കുന്നു. ആ സമ്പത്തെല്ലാം ബിന്ദു പത്മനാഭനിലേക്ക് വന്നു ചേരുകയാണ്. അതിനു മുൻപ് തന്നെ സെബാസ്റ്റ്യൻ ബുദ്ധിപൂർവം സഹോദരനും സഹോദരിയും തമ്മിൽ നേരിട്ട് ഒരു ഇടപാടും ഒരു ഫോൺ വിളി പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാക്കിയെടുത്തു. അവരെ തമ്മിൽ അകറ്റി. അതിനെ തുടർന്ന് ബിന്ദു പത്മനാഭന്റെ തിരോധാനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രവീണിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് പോലും വളരെ വൈകിയായിരുന്നു. കേസ് കൊടുക്കാൻ തന്നെ വർഷങ്ങൾ കഴിഞ്ഞു. ആ വർഷങ്ങൾക്ക് ശേഷം കൊടുത്ത കേസിൽ എഫ്ഐആർ ഇടാൻ പിന്നെയും 70 ദിവസം കഴിഞ്ഞു എന്ന കാര്യമാണ് ഇപ്പോൾ പ്രവീൺ ചൂണ്ടിക്കാട്ടിയത്. പേരെടുത്ത് തന്നെ ഡിവൈഎസ്പി AG ലാലും സെബാസ്റ്റ്യൻ AG ലാൽ തുടങ്ങിയ ആളുകൾക്കെതിരെ പേരെടുത്ത് തന്നെയുള്ള ആരോപണങ്ങളാണ് ഈ പ്രവീൺ ഉന്നയിക്കുന്നത്. ഇവർ കാശ് വാങ്ങി കേസ് ഒതുക്കി തീർത്തു. മാത്രവുമല്ല, ഈ കുറ്റകൃത്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്നുള്ള സ്റ്റഡി ക്ലാസ് സെബാസ്റ്റ്യന് കൊടുത്തു എന്ന ഒരു ഗുരുതര ആരോപണം കൂടി പ്രവീൺ ഉന്നയിക്കുന്നു. 6.5 മാസം കഴിഞ്ഞാണ് സെബാസ്റ്റ്യനെ ഈ ഫോർജറി കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ അഴിമതി പൈസ വാങ്ങി എന്ന് മാത്രമല്ല, ട്യൂഷനും എന്തൊക്കെ പറയണം, എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതെന്താണ് ഇതിനകത്ത് സംഭവിച്ചതെന്നുള്ളതിനെ പറ്റി വ്യക്തമായ അന്വേഷണം വേണം. മുൻ ആലപ്പുഴ SP S സുരേന്ദ്രൻ, ചേർത്തല ഡിവൈഎസ്പി AG ലാൽ, കുത്തിയതോട് SHO ഷാജിമോൻ എന്നിവർക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം പ്രവീൺ ഉന്നയിക്കുന്നത്. നിലവിലെ അന്വേഷണ സംഘത്തിൽ വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് ഈ മിണ്ടാതിരിക്കുന്നത് എന്നൊരു കാര്യം പ്രവീൺ പറയുന്നു. സർക്കാർ വകുപ്പ് തല അന്വേഷണം നടത്തണം, അല്ലാത്ത പക്ഷം കോടതിയെ സമീപിക്കാനാണ് നീക്കമെന്നു കൂടി പ്രവീൺ പറയും. 16 പ്രാവശ്യം സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തു, കിട്ടില്ല. ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് എന്താ കുഴപ്പം? അവരൊക്കെ വലിയ പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരാണല്ലോ. അവരൊന്നും വിചാരിച്ചിട്ട് എന്താ ഒന്നും മിണ്ടുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ കാര്യം? അന്നത്തെ കോച്ചിങ് ട്യൂഷൻ കൊടുത്ത് ഡീസന്റ് ആയിട്ട് നിർത്തിയിരിക്കുകയാണ് ഇപ്പം. അന്ന് അതൊരു ചെറിയ കാര്യമാണോ? ഒരു ഹോം ഡിപ്പാർട്ട്മെന്റിലെ പരാതി 70 ദിവസം കഴിഞ്ഞ് എഫ്ഐആർ ഇടുക എന്ന് പറയുമ്പോൾ അത് തന്നെ വലിയ കാര്യമാണ്. ഇതെല്ലാം കൂടെ കാണിച്ച് ഒന്നില്ലെങ്കിൽ ഞാൻ സർക്കാർ സഹായം തേടും, എന്താണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നോക്കട്ടെ, അല്ലെങ്കിൽ അടുത്ത ഭാഗം ലീഗലുമായിട്ടൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു ഡിസ്റ്റർബൻസിനും. 2013 ബിന്ദു പത്മനാഭനെ കാണാനാകുന്നത്. 2017 പരാതി നൽകുന്നു. പക്ഷേ 2006 ശേഷം യാതൊരു
വിവരവും ഇവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചില്ല എന്നതാണ് അന്വേഷണ സംഘം അവസാനമെത്തിയ നിഗമനം. പല തുറന്നു പറച്ചിലുകൾ ഈ ഘട്ടങ്ങളിലൊക്കെ ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിട്ടതാണ്. അത് ബ്രോക്കർമാർ ഇടപെട്ട കാര്യങ്ങൾ, ബിന്ദു പത്മനാഭനെ വധിച്ചിരിക്കാമെന്ന് സോഡാ പൊന്നപ്പൻ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖ തുടങ്ങിയ പല തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18 പുറത്തുവിട്ടു. ഇപ്പോൾ സഹോദരൻ തുറന്നു പറയുകയാണ് പോലീസ് പണം വാങ്ങി കേസ് അട്ടിമറിച്ചു എന്ന്. അപ്പോൾ മറ്റുള്ള സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും അങ്ങനെ തന്നെ സംഭവിച്ചതാണോ? മാത്രവുമല്ല, സെബാസ്റ്റ്യൻ ഒറ്റയ്ക്കല്ല എന്നത് ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പല വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുമ്പോൾ ബോധ്യമാകുന്നതാണ്. ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊന്നുമല്ല ഉള്ളത്. നമ്മുടെ നിയമ സംവിധാനത്തെ ആകെ അട്ടിമറിച്ച് ഒപ്പം തന്നെ എല്ലാവിധത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളും നടത്തിക്കൊണ്ട് പിന്നീട് കൊലപാതകം, പിന്നീട് തെളിവ് നശിപ്പിക്കൽ, ഇതൊക്കെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമോ എന്ന സംശയം ഉണ്ട്. പലരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യങ്ങൾ അത് തെളിവ് സഹിതം പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ വലിയ വീഴ്ച സഹോദരൻ ചൂണ്ടിക്കാട്ടുന്നത്, അതിനുള്ള സാധ്യതകൾ തുറന്നു പറയുന്നത്. എന്തായാലും വകുപ്പ് തല അന്വേഷണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കുറ്റക്കാരായിട്ടുള്ളവർക്കെതിരെ നടപടി വേണം എന്നതാണ് ആ സഹോദരൻ ആവശ്യപ്പെടുന്നത്. അതിൽ നീക്കവും നടപടികളും ഉണ്ടായിട്ടില്ല എങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും പറയുന്നു. എന്തായാലും കൂടുതൽ നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നത് ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന ഒരു കാര്യം കൂടി പ്രവീൺ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിലെങ്കിലും ഇതിലെ യഥാർത്ഥ കുറ്റവാളികൾ നിയമത്തിന് മുന്നിലേക്ക് വരണം. അത്രയും വിപുലമായുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം എന്നതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ കൂടുതൽ നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. കാസർഗോഡ് കുട്ടിയുടെ കരണത്തടിച്ച് കർണപടം തകർത്ത ഒരു അധ്യാപകന്റെ വാർത്ത ഞെട്ടലോടെ അല്ലാണ്ട് കേരളത്തിനത് കേട്ടു നിൽക്കാനാകില്ല. ഇങ്ങനെയും അധ്യാപകരുണ്ടോ? അധ്യാപകരിലെ ക്രിമിനലുകൾക്കല്ലാണ്ട് ഇത്തരം ഒരു ശിക്ഷാ നടപടി സാധ്യമല്ല. നമുക്കറിയാം, കുട്ടികളെ ചൂരൽ കൊണ്ടുപോലും അടിക്കുന്നത് ശരിയല്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ആ ഘട്ടത്തിൽ കൈകൊണ്ട് കർണപടം അടിച്ചു പൊട്ടിക്കുന്ന തരത്തിൽ ഒരു ശിക്ഷാ നടപടി ഒരു അധ്യാപകന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ തെറ്റാണ്, അത് ക്രിമിനൽ സ്വഭാവമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും വലിയ വിവാദം ഇതുമായി ബന്ധപ്പെട്ട്, വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉയരുന്നു. വിശദമായ അന്വേഷണത്തിന് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു. പ്രധാന അധ്യാപകന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു നടപടി ഉണ്ടായതെന്ന് ഓർക്കണം. എന്തായാലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ചുമുണ്ടായി. കാസർഗോഡ് കുണ്ടംകുഴി GHSലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. ഹെഡ് മാസ്റ്റർ വിദ്യാർത്ഥിയുടെ കർണപടം അടിച്ചു പൊട്ടിക്കുകയായിരുന്നു. എന്താണ് വലിയ കുറ്റം ഈ കുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് നോക്കുമ്പോൾ, ചരൽക്കല്ലുകൊണ്ട് അസംബ്ലി നടക്കുന്ന സമയത്ത് ചരൽക്കല്ല് കാലുകൊണ്ട് നീക്കി എന്ന ഒരൊറ്റ കാരണം ചൂണ്ടിക്കാട്ടിയാണ് ആ കുട്ടിയെ അത്രയും കുട്ടികളുടെ മുന്നിൽ വെച്ച് അസംബ്ലി നടക്കുന്നതിനിടെ മുന്നിലേക്ക് കുട്ടിയെ വിളിച്ച് വിദ്യാർത്ഥികളുടെ എല്ലാം മുന്നിൽ വെച്ച് കോളറിൽ പിടിച്ച് ചെവിയുടെ ഭാഗത്ത് ശക്തമായി അടിക്കുകയായിരുന്നു. കുട്ടിയെ അസംബ്ലിയിൽ വെച്ച് അടിക്കുന്നത് ഈ കുട്ടിയുടെ അനിയത്തി അതേ അസംബ്ലിയിൽ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് തൻ്റെ സഹോദരനെ അടിക്കുന്നത്. ആ കുട്ടിക്കുണ്ടായ മാനസിക വിഷമം, അത് പിന്നീട് ഛർദിയും മാനസിക വിഷമമോ ആയ കുട്ടി പോലും വല്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായി എന്ന് അമ്മ പറയുകയാണ്. അപ്പോൾ ഈ വിഷയത്തിലാണിപ്പോൾ ഇടപെടൽ ഉണ്ടാകുന്നത്. സംഭവം വിശദമായി തന്നെ അന്വേഷിക്കും എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന് പറയുന്നു. കാസർഗോഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരിക്കും ഈ സംഭവം അന്വേഷിക്കുക. അധ്യാപകർ ശത്രുക്കളല്ല, കുട്ടികളെ ഉപദ്രവിക്കുന്ന നില ഉണ്ടാകരുത് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നും അധ്യാപകർക്ക് നൽകുന്നു. കുട്ടിയുടെ കർണപുടം തകർന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ അവിടുത്തെ സബ് ഇൻസ്പെക്ടറുമായിട്ട് സംസാരിച്ചു നോക്കി. ഈ സ്കൂളിലിരിക്കുന്ന സ്ഥലത്ത് ഇതുവരെ പരാതി ഒന്നും കൊടുത്തിട്ടില്ല. കുട്ടിയുടെ അമ്മയോട് ചോദിച്ചു, അമ്മയും പരാതി കൊടുത്തിട്ടില്ല, ചികിത്സയിലായിരുന്നു, ഇന്ന് പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു. പൊതുവിൽ എനിക്ക് പറയാനുള്ള അധ്യാപകരോടും രക്ഷകർത്താക്കളോടും പറയാനുള്ളത്, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ സ്കൂളുകളിലും ഉണ്ടാവും. അധ്യാപകരെ അങ്ങനെ ശത്രുക്കളായി നമ്മൾ കാണേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അത്തരം എല്ലാ പ്രശ്നങ്ങളും ഒരു വലിയ വിവാദ പ്രശ്നങ്ങളാക്കി മാറ്റുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്ക് അത്ര ഗുണമല്ല.
എന്നാൽ അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതായിട്ട് ശിക്ഷ അറിയിക്കുന്ന കുറ്റം ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ അതിന്റെ നിയമം നോക്കി മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഒരു കാരണവശാലും കുട്ടികളെ ഉപദ്രവിക്കുന്ന നില ഉണ്ടാകാൻ പാടില്ല. ബാലാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം കമ്മീഷൻ നാളെ ഈ കുട്ടിയെ സന്ദർശിക്കുമെന്ന് പറയുന്നുണ്ട്. അന്വേഷണ ചുമതല ബേക്കൽ ഡിവൈഎസ്പിക്കാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും വിശദമായ അന്വേഷണം 2 തലങ്ങളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുന്നു. വലിയ പ്രതിഷേധവും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു. ഈ പ്രധാന അധ്യാപകനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും BJPയും അവിടേക്ക് മാർച്ച് നടത്തി. സ്കൂളിന് സമീപത്തേക്ക് മാർച്ച് നടത്തി. വലിയ പ്രതിഷേധമാണ് ഇന്ന് അവിടെ ഉയർന്നത്. അപ്പോൾ ഈ കുട്ടി ഇപ്പോഴും ചികിത്സയിലാണ്. ശസ്ത്രക്രിയ വേണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നതാണ് കുടുംബം പറയുന്നത്. ഒരിക്കലും നടന്നുകൂടാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് പ്രധാന അധ്യാപകന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. PTA പ്രസിഡന്റ് ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. കുട്ടിയെ അടിച്ചു എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ലക്ഷ്യം തെറ്റിയാണ് കർണപടം തകരാനിടയായത് എന്നൊരു കാര്യം അധ്യാപകൻ പറഞ്ഞു എന്നതാണ്. എന്ത് ലക്ഷ്യം തെറ്റിയാലും കൈവച്ച് ആ കുട്ടിയുടെ മുഖത്തടിക്കാൻ ഒരു അധ്യാപകന് തോന്നുന്നു എന്ന് പറഞ്ഞത് തന്നെ അദ്ദേഹത്തിന്റെ ക്രിമിനൽ മനോഭാവം എന്നേ മനസ്സിലാകുകയുള്ളൂ. വടിയെടുത്ത് പോലും ശിക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടോ എന്നറിയില്ല. അവിടെയാണ് കൈവച്ച് ഒരു കുട്ടിയെ അത്രയും കുട്ടികളുടെ മുന്നിൽ വെച്ച് അപമാനിക്കാനും ഉപദ്രവിക്കാനും ഒരു അധ്യാപകന് തോന്നിയത് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു അധ്യാപകനായിരിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് പോലും സംശയം തോന്നിപ്പോവുകയാണ്. എന്തായാലും കർശന നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ നൽകുന്ന സൂചന. എന്തായാലും വ്യാപകമായ പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ഈ കേസ് അതിനിടയിൽ തേച്ചുമായ്ച്ച് കളയാനും ഉള്ള ഇടപെടൽ നടക്കുന്നു, അല്ലെങ്കിൽ അവരെ പിന്നോട്ട് വലിക്കാനുള്ള ഇടപെടൽ നടക്കുന്നു, മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നു എന്ന ആരോപണം കൂടിയുണ്ട്. ചില സാമ്പത്തിക സഹായങ്ങൾ ചെയ്തുകൊണ്ട് കേസ് ഒതുക്കാനുള്ള നീക്കമുണ്ട് എന്ന വിമർശനം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അധ്യാപകനായാലും അദ്ദേഹത്തിന് ശിക്ഷ ലഭിച്ചിരിക്കണം. അക്കാര്യത്തിൽ തർക്കമില്ല. ഇതൊരു സന്ദേശമാണ്, എല്ലാ അധ്യാപകർക്കുമുള്ള സന്ദേശമാണ്. അധ്യാപകരോടുള്ള എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് തന്നെ പറയുന്നു, കുട്ടികളെ ഈ രീതിയിൽ ആക്രമിക്കാനും ഉപദ്രവിക്കാനുമുള്ള അധികാരം ഒരു അധ്യാപകനുമില്ല എന്നത് അവർ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അവരുടെ പദവിക്ക് ചേർന്ന ഒരു പ്രതികരണമല്ല ആ അധ്യാപകന്റെ ഭാഗത്തു നിന്നും എന്തായാലും ഉണ്ടായത്. ഇടവേളയ്ക്ക് ശേഷം ഇനി നമുക്ക് നോക്കാം എന്നിട്ടെന്തായി. 2024 മെയ്യിൽ പെരിയാറിലുണ്ടായ ഒരു മത്സ്യക്കുരുതിയുടെ വാർത്തകൾ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. നിരവധി മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. അന്ന് കർഷകരുടെ വലിയ നഷ്ടം, അവർക്കുണ്ടായ വേദനയൊക്കെ അന്ന് കേരളം ചർച്ച ചെയ്തതാണ്, കണ്ടതാണ്. രാസമാലിന്യം പെരിയാറിലൂടെ ഒഴുക്കിവിട്ടതാണ് അത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ചത്, വലിയ നാശനഷ്ടം ഉണ്ടാക്കിയത്, വലിയ ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ ആണ് ആ വിഷയം എന്നത് ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. ഒപ്പം കർഷകർക്ക് ധനസഹായം സർക്കാർ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത സംഭവമാണ്. അപ്പോൾ അതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്നതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ആദ്യം 2024 എന്ത് സംഭവിച്ചു എന്ന് ഒന്ന് നോക്കാം. പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് മത്സ്യങ്ങളെ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതായി കണ്ടത്. ഇത്രയധികം മത്സ്യം ചത്തുപൊങ്ങുന്നത് ആദ്യമായിട്ടായിരുന്നു. രാസമാലിന്യം പുഴയിൽ കലർന്നെന്ന് നാട്ടുകാർ ആരോപിച്ചു. ചത്ത മീനുകളുമായി എത്തി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഓഫീസിലേക്ക് കർഷകർ വലിയ പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു. ആദ്യമായിട്ട് തൊട്ടടുത്ത കേജിലാണ് ആദ്യമായിട്ട് മീൻ പൊങ്ങി തുടങ്ങിയത്. അതിനുശേഷം ഞങ്ങളുടെ ആൾക്കാർക്ക് ഇവിടെ വന്നതിന് ശേഷം കാണുന്നത് പുഴയിൽ ഉൾപ്പെടെ മീനുകൾ, ചെറിയ ചെറിയ മത്സ്യങ്ങൾ എല്ലാം പൊങ്ങി നടക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടിലെ എല്ലാ മീനുകളും തന്നെ ശ്വാസം കിട്ടാണ്ട് നിൽക്കുന്ന സീനായിരുന്നു ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കൂട്ടമായിട്ട് മത്സ്യങ്ങൾ ചത്ത് തുടങ്ങി. ഞങ്ങൾ കുറേ മത്സ്യങ്ങൾ ഇന്നലെ മാറ്റി. കാരണം ഇത് ചീഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അത്രയും ക്വാണ്ടിറ്റി 10 കേജിലായിട്ടാണ് മത്സ്യങ്ങൾ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഈ 10 കേജ് എന്ന് പറഞ്ഞാൽ വലിയൊരു വോളിയം മീനുണ്ട്. ഇതെല്ലാം കൂടി ചീഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കുറേ മാറ്റി. അതിനുശേഷം ഇന്നത്തെ അവസ്ഥ ഇതാണ്. പിന്നെയും അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. മന്ത്രി പി രാജീവ് അടിയന്തര യോഗം വിളിക്കുകയും വിഷയം അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. പെരിയാറിലെ ജലനിരപ്പിൽ രാസമാലിന്യത്തിന്റെ സാന്നിധ്യമില്ലെന്നായിരുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട്. കോടികളുടെ നഷ്ടമാണ് മത്സ്യ കർഷകർക്കുണ്ടായത്.
എന്നാൽ ജലത്തിൽ അമോണിയയും സൾഫൈഡും അപകടകരമായിട്ടുള്ള അളവിലുണ്ടെന്ന് വ്യക്തമാക്കുന്ന കുഫോസ് റിപ്പോർട്ട് സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് സമർപ്പിക്കുകയും ചെയ്തു. മത്സ്യ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന ഉറപ്പ് മന്ത്രി സജി ചെറിയാൻ നൽകുകയും ചെയ്തു. എന്നാൽ ഇതുവരെയും യാതൊരു നടപടിയും കൈക്കൊണ്ടില്ല. ന്യൂസ് 18 കൊച്ചി. അന്ന് വലിയ വലിയ നഷ്ടം സംഭവിച്ച ഈ സംഭവം ഉണ്ടായതിനു ശേഷം കുഫോസിന്റെ പഠനത്തിൽ കണ്ടെത്തിയത് അവിടെ രാസമാലിന്യം കലർന്നിട്ടാണ് ഇത് സംഭവിച്ചത്, മീനുകൾ ചത്തുപൊങ്ങിയത് എന്നതൊരു കണ്ടെത്തലുണ്ടായി. അന്ന് ആ കർഷകർക്കൊക്കെ ആശ്വാസമായത് സർക്കാർ ധനസഹായം നൽകുമെന്ന പ്രഖ്യാപനമായിരുന്നു. പക്ഷേ ഇപ്പോഴും സർക്കാർ വാക്ക് പാലിച്ചിട്ടില്ല. അവർ പറഞ്ഞ് മടുത്ത് ആ പ്രതിഷേധങ്ങളിൽ നിന്ന് പോലും പിൻവാങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. നവമി ഈ വിഷയത്തിൽ ഇപ്പോൾ നടത്തിയ അന്വേഷണം കാണാം. മെയ് 20-നുണ്ടായ മത്സ്യക്കുരുതിയിൽ പെരിയാറിലും കൈവഴികളിലും കൂടുകളിലുമായി ടൺ കണക്കിന് മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയിട്ടുള്ളത്. 50 കോടിയിലേറെ നഷ്ടം സംഭവിച്ചു എന്നാണ് വിലയിരുത്തൽ. രാസമാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കിവിട്ടതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമെന്ന് കുഫോസിന്റെ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടും സർക്കാർ ഇതുവരെയും റിപ്പോർട്ട് അംഗീകരിക്കാൻ തയ്യാറായിട്ടുമില്ല. ലോണെടുത്തും സ്വർണം പണയം വെച്ചും കൂടുകൃഷി ആരംഭിച്ചതാണ് കൂടുതൽ പേരും. ഒരു കർഷകന് 2 ലക്ഷത്തിലേറെ നഷ്ടം സംഭവിച്ചു എന്നാണ് വിലയിരുത്തൽ. വരാപ്പുഴ, കടമക്കുടി, കോട്ടുവള്ളി, ചേരാനെല്ലൂർ പഞ്ചായത്തുകളിലെ കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ ദുരിതം ബാധിച്ചത്. സർക്കാരിലുണ്ടായിരുന്ന പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ യാതൊരു പ്രതീക്ഷയില്ല. കാരണം ഇത്രയും നാളായിട്ട് നമ്മൾ ആളെ പറഞ്ഞു പറ്റിക്കാന്നല്ലാതെ ഈ കർഷകരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ചതിക്കുഴിയിലോട്ട് തള്ളിവിടുക ചെയ്തേക്കുന്നത്. അത്രയും നഷ്ടമുണ്ടായ ഒരു കർഷകരാണ് ഈ കൂട് കർഷകർ. അവർ അതുപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മീനുകളാണ് ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതെ പോയത്. 1 വർഷവും 3 മാസവും ആകാൻ പോകുന്നു ഇപ്പോൾ. എന്നിട്ട് പോലും നമുക്ക് ഈ പറഞ്ഞ വാഗ്ദാനങ്ങളല്ലാതെ നടപടികളായിട്ട് മുമ്പോട്ടൊന്നും ഒരു സർക്കാരോ അല്ലെങ്കിൽ ഫിഷറീസോ ഡിപ്പാർട്ട്മെൻറ്റോ അതിന് ബന്ധപ്പെട്ട ആൾക്കാരോ മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം അതിനെന്താ കാരണങ്ങളെന്നുള്ളത് പറഞ്ഞാൽ ഈ വ്യവസായ മേഖലകളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ആരാണ് അതിൻ്റെ ഉത്തരവാദി അവരിൽ നിന്ന് ഈ പൈസ കണ്ടെത്താനോ അത് വാങ്ങി കർഷകർക്ക് കൊടുക്കാനോ ഉള്ള ഒരു സംവിധാനമോ അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു സർക്കാരോ അല്ല, അല്ലെങ്കിൽ അവർക്ക് പറ്റിയ സംവിധാനം അവർക്കില്ല. അതുകൊണ്ടായിരിക്കാം, എന്തോന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ആഗസ്റ്റ് ഈ വരുന്ന മാസങ്ങളിലെല്ലാം ഇവർ ഇതുപോലെ വെള്ളം തുറന്നു വിടും. എല്ലാവർക്കും പേടിയാണ് ഈ സമയങ്ങളിൽ മീൻ വളർത്താൻ. കാരണം ഏത് സമയത്തും ഈ വിഷവെള്ളം വന്ന് ഇതെല്ലാം നശിച്ചു പോകും. ദൃഢമായ ഒരു ഉറപ്പോടുകൂടി ഒരു സ്വയം തൊഴിലാണ് സർക്കാരിൽ നിന്ന് കൊടുക്കാത്ത സംഭവം എന്ന് പറഞ്ഞാൽ സ്വയമായിട്ട് തൊഴിൽ കണ്ടെത്തി അവൻ്റെ കുടുംബം ഉപജീവനം നടത്തിക്കൊണ്ട് പോകുന്ന സമ്പ്രദായമാണ് കൂട് കൃഷി. അതുപോലെ നശിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥയിലോട്ടാണ് നമ്മളുടെ നാട് പോകുന്നത്. പെരിയാറിൽ അമോണിയയും സൾഫൈഡും അപകടകരമായ രീതിയിലാണെന്നും കുഫോസിന്റെ പഠന റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. രാസവസ്തുക്കൾ എവിടെ നിന്നെന്നറിയാൻ വിശദമായ രാസപരിശോധനാ ഫലം വേണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നു. വ്യാവസായിക കേന്ദ്രങ്ങളിൽ നിന്നും മലിനജലം ഒഴുക്കിവിടുന്നത് തടയണമെന്ന നിർദ്ദേശവും പാലിക്കപ്പെട്ടില്ല. മുട്ടാർപ്പുഴയിൽ 1 മാസം മുൻപും മത്സ്യക്കുരുതി നടന്നു. മത്സ്യ കർഷകരെ മാത്രമല്ല നമ്മുടെ ആവാസ വ്യവസ്ഥയെ കൂടിയാണ് ഇവ ബാധിക്കുക. ന്യൂസ് 18 കൊച്ചി. 2 ലക്ഷം രൂപയുടെ വരെയൊക്കെ നഷ്ടമുണ്ടായ കർഷകരാണ്. അവർ സർക്കാരിന്റെ പ്രഖ്യാപനത്തിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് ശേഷവും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ ആ പ്രതിഷേധങ്ങൾ പോലും അവർ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. പ്രതിഷേധിച്ചാൽ വയറ് നിറയില്ലല്ലോ. പക്ഷേ ഇത്തരം ചർച്ചയാകുമ്പോഴും വാർത്തയാകുമ്പോഴും കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്നത് ഞങ്ങൾ നോക്കും. ഞങ്ങളത് വീണ്ടും സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ആ കർഷകർ ഇപ്പോഴും ദുരിതത്തിലാണ്. ആ കടത്തിൽ നിന്ന് വീണ്ടും ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. മാത്രവുമല്ല, ഇപ്പോഴും പലയിടങ്ങളിലും ഈ മത്സ്യക്കുരുതികൾ ആവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ പഠന റിപ്പോർട്ടിൽ എന്തുകൊണ്ട് തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോഴും ആവർത്തിക്കുന്ന മത്സ്യക്കുരുതിക്ക് എന്താണ് പരിഹാരം എന്ന ചോദ്യമുണ്ട്. ഇതൊക്കെ വീണ്ടും അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഒന്നുകൂടി കൊണ്ടുവരികയാണ് ന്യൂസ് 18. നമുക്കിനി നമ്മുടെ സായനയാത്രയിലേക്ക് കടക്കാം. ഓണപരീക്ഷയുടെ ചൂടാണ് എല്ലാ വീട്ടിലും. ദിവസം 2 പരീക്ഷ വെച്ചൊക്കെ കുട്ടികൾ തകർത്ത് പഠിക്കുകയാണ്. പക്ഷേ
5-6 ദിവസം കഴിഞ്ഞാൽ പരീക്ഷ അങ്ങ് തീരും. പിന്നീട് ഓണം വെക്കേഷനാണ്. അപ്പോൾ ഓണം വെക്കേഷനൊക്കെ വന്നാൽ തിരുവനന്തപുരത്ത് ഏറ്റവും തിരക്കുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അവിടെ വെക്കേഷന് കുട്ടികളെയും കുടുംബത്തെയും ഒക്കെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തകൃതിയാണ്. കായലും കടലും പാർക്കും ബോട്ടിങ്ങും ഒക്കെ ഒരുമിച്ച് ഒരിടത്ത് കിട്ടണമെങ്കിൽ തിരുവനന്തപുരത്ത് വേളിയിലേക്ക് തന്നെ പോകണം. അവിടേക്ക് പോകുന്നു സാരംഗ്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും വെറും 10 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന വേളി ടൂറിസ്റ്റ് വില്ലേജിലേക്കാണ് നമ്മുടെ ഇന്നത്തെ സായാഹ്ന യാത്ര. കടലിന്റെയും കായലിന്റെയും കാഴ്ചകൾ സംഗമിക്കുന്ന വേളിയുടെ വൈബ് കാഴ്ചകൾ നമുക്ക് നോക്കാം. വേളി കായലും അറബിക്കടലുമായി ചേരുന്നിടത്താണ് വേളി ടൂറിസ്റ്റ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. കായൽ തീരത്തെ തണുത്ത കാറ്റും കടൽ തീരത്തെ സൂര്യാസ്തമയം ഉൾപ്പെടെ ഇവിടെ വന്നാൽ ഒരുമിച്ച് ആസ്വദിക്കാം. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ പിക്നിക് കേന്ദ്രങ്ങളിലൊന്നാണിത്. ബോട്ടിംഗ് സൗകര്യങ്ങൾ, കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ, ലാൻഡ്സ്കേപ്പ് ചെയ്ത പൂന്തോട്ടങ്ങൾ എന്നിവ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന മിനിയേച്ചർ ട്രെയിനാണ് വേളി ടൂറിസ്റ്റ് വില്ലേജിലെ മറ്റൊരു പ്രധാന ആകർഷണം. 2.5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന ഈ ട്രെയിൻ യാത്രക്കാർക്ക് വേളിയുടെ മനോഹാരിതയും ഭംഗിയും ആസ്വദിക്കാൻ അവസരമൊരുക്കുന്നു. വിന്റേജ് സ്റ്റീം ലോക്കോമോട്ടീവിന്റെ മാതൃകയിലാണ് ഈ ട്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത്. ഒരേ സമയം 45 പേരെ ട്രെയിനിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും. പ്രശസ്ത ശില്പിയായ കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ഒരു ശംഖുപ്രതിമ ഇവിടെയുണ്ട്. ബീച്ചുമായി ബന്ധിപ്പിക്കുന്ന ഫ്ലോട്ടിംഗ് പാലമാണ് ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ്. ഊഞ്ഞാൽ, സീസോ, സ്ലൈഡുകൾ, മെറിഗോ റൌണ്ടുകൾ എന്നിവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുതിരസവാരി, പെഡൽ ബോട്ടിംഗ്, ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്, നീന്തൽക്കുളം എന്നിവ നല്ല വൃത്തിയോടുകൂടെ പരിപാലിച്ചിരിക്കുന്ന ഇവിടേക്ക് സ്കൂളിൽ നിന്നും കുട്ടികളുമായി ടൂർ വരുന്നതും പതിവാണ്. നമ്മുടെ കൂടെ ഇന്ന് PSNM UP സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ട്. ഇവിടെ നിന്നുള്ള വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ട് ഇവിടെ? ബീച്ചൊക്കെ അടിച്ചു പൊളിച്ചോ? ബീച്ചിൽ കുഴിച്ചപ്പോ ഞണ്ട് വന്ന് തിരുവനന്തപുരത്തെ മറ്റു ബീച്ചുകളെക്കാൾ തിരക്ക് കുറവാണ് ഇവിടെ. ഒരു സായാഹ്നം ചിലവഴിക്കാൻ ഇവിടം ഒരു മികച്ച ഓപ്ഷനാണ്. PSNM UP സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികളോടൊപ്പം വേളി ടൂറിസ്റ്റ് വില്ലേജിൽ നിന്നും ബിപിൻ മുരളിയോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. കുട്ടികളൊക്കെ വലിയ സന്തോഷത്തിലാണ്. എൻ്റെ മകളും കൊച്ചിലെ ഒരുപാട് ഓടിക്കളിച്ചിട്ടുണ്ട്. എല്ലാ അവധി ദിവസങ്ങളിലും അല്ലെങ്കിൽ പറ്റുമ്പോഴൊക്കെ ഞങ്ങളും പോകുന്ന ഒരിടമാണ്. അല്പം തിരക്ക് കൂടുതലായിരിക്കും ഈ ഓണ സമയത്തൊക്കെ എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ഓക്കെയാണ്. സാരംഗിൻ്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. എന്തായാലും നമ്മുടെ സമയം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനി നാളെ കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം Live at 6 കാണാം.